നമസ്കാരം. ലോകരാഷ്ട്രീയം വീണ്ടും ചൂട് പിടിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള കടുത്ത നിലപാടുകൾ വീണ്ടും ചർച്ചയാകുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങാത്തതിനെ തുടർന്ന് 25% അധിക താരിഫ് ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ എണ്ണ നയത്തിൽ എന്ത് മാറ്റം വരുത്തും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉക്രൈനുമായുള്ള യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കാൻ തുടങ്ങി. ഇന്ത്യ ഈ അവസരം മുതലെടുത്ത് വലിയ തോതിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ബില്ലുകളിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭമുണ്ടാക്കി. എന്നാൽ റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ഇന്ധനം നൽകുന്നു എന്ന് ആരോപിച്ച് അമേരിക്ക ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ഈ സമ്മർദ്ദം ഇപ്പോൾ 25% അധിക താരിഫിൽ എത്തി നിൽക്കുകയാണ്. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ സാരമായി ബാധിക്കും. SBI റിപ്പോർട്ട് പറയുന്നത് അനുസരിച്ച് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയാൽ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഥവാ SBIയുടെ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. നഷ്ടത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2026 സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോടെ ഇറക്കുമതി നിർത്തിയാൽ ഈ വർഷം തന്നെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബിൽ $9 ബില്യൺ, ഏകദേശം 75,000 കോടി രൂപ വരെ വർദ്ധിക്കും. വർധനവിന്റെ കാരണം നോക്കുമ്പോൾ റഷ്യൻ എണ്ണയുടെ അഭാവത്തിൽ ഇന്ത്യക്ക് മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. ഇത് ഇന്ധന വാങ്ങലുകൾ കൂടുതൽ ചെലവേറിയതാക്കും. കൂടാതെ റഷ്യയിൽ നിന്നും ലോകം വാങ്ങുന്നത് നിർത്തിയാൽ ആഗോള ക്രൂഡ് ഓയിൽ വില 10% വരെ ഉയരാനും സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വീണ്ടും കൂട്ടും. ദീർഘകാല പ്രവചനം പരിശോധിക്കുമ്പോൾ 2027 സാമ്പത്തിക വർഷത്തോടെ ഈ നഷ്ടം $12 ബില്യൺ, ഏകദേശം 1 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും SBI റിപ്പോർട്ട് പറയുന്നു. ഇതിൽ ഇന്ത്യയുടെ നിലപാട് നോക്കുമ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ നിലവിൽ ഇന്ത്യ തീരുമാനമെടുത്തിട്ടില്ല. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു രാജ്യവുമായുള്ള ബന്ധം മറ്റൊരു രാജ്യത്തിന്റെ കണ്ണിലൂടെ കാണേണ്ടതില്ല എന്നും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നത് കമ്പോള സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് എന്നും ഇന്ത്യ വ്യക്തമാക്കി. ചരിത്രപരമായി റഷ്യയുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ട്. ഇത് പ്രതിരോധ മേഖലയിലും നിർണായകമാണ്. റഷ്യൻ എണ്ണയില്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയുമെന്നാണ്. ഇന്ത്യ ഒരൊറ്റ രാജ്യത്തെയും ആശ്രയിക്കുന്നില്ല എന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു നേട്ടമാണ്. ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാർ ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവരായിരുന്നു. ഈ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇപ്പോഴും വാർഷിക കരാറുകളുണ്ട്. പുതിയ സ്രോതസ്സുകൾ നോക്കുമ്പോൾ ഗയാന, ബ്രസീല്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ എണ്ണ സ്രോതസ്സുകൾക്ക് കൂടുതൽ വൈവിധ്യം നൽകും. പുതിയ വെല്ലുവിളികൾ നോക്കിയാലോ, റഷ്യൻ എണ്ണ ഇല്ലാതായാൽ ഈ പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങേണ്ടി വരും. ഇത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുമെങ്കിലും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കും. അമേരിക്കൻ താരിഫ് വർധനവ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും കയറ്റുമതി മേഖലയെയും സാരമായി ബാധിച്ചേക്കാം. ഈ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി ലാഭകരമാണ്. എന്നാൽ അമേരിക്കയുടെ താരിഫ് ഭീഷണികൾ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുന്ന ഈ നടപടിക്ക് മുന്നിൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുകയും ഒപ്പം അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ.